പേടിച്ചു കേട്ടാ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും മിലി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കോളയാടേക്കാണ്. അവിടെ സെന്റ് കോർണേലിയസ് പുണ്യാളന്റെ പള്ളിയിലെ പെരുന്നാളാണ്. 5 ദിവസത്തെ പരിപാടിയാണ്. 21-ാം തീയതി മുതൽ 25-ാം തീയതി ഞായറാഴ്ച വരെ പരിപാടികളാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു സ്റ്റാൾ പരിപാടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അവിടെ ഈ ഒരു 5 ദിവസവും ഉണ്ടാവും. നമ്മളെ സോപ്പുകൾ ഉണ്ടാവും, മിലിയുടെ ഒരു എല്ലാ പ്രൊഡക്റ്റുകളും അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആണ് ഇപ്പം നടക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മിലിയുടെ ചാർക്കോൾ സോപ്പുണ്ട്, പിന്നെ അലോവേര സോപ്പുണ്ട്, പിന്നെ ചെണ്ടുമല്ലിക സോപ്പ്, മാരിഗോൾഡ് സോപ്പ്, പിന്നെ ഇതാ അടിപൊളി പപ്പായ സോപ്പുണ്ട്, പിന്നെ മുൾട്ടാണി മിട്ടി സോപ്പ്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫിനോയിലിൻ്റെ എസെൻസുകളുണ്ട്. അത് 2 സ്മെല്ലിലുണ്ട്, മുല്ലയുടെയും അതുപോലെ തന്നെ പുൽത്തൈലത്തിൻ്റെയും സ്മെല്ലിലുണ്ട്. പിന്നെ നമുക്ക് മൈലാഞ്ചിപ്പൊടി, പിന്നെന്താ നീലയാമ്പരിപ്പൊടി, ഇൻഡിഗോ പൊടി, മുൾട്ടാണി മിട്ടി, ഇതിൻ്റെയൊക്കെ പൗഡേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് സാധനങ്ങൾ. അപ്പോൾ പിന്നെ കരിഞ്ജീരകത്തിൻ്റെ സോപ്പുണ്ട്. ഒട്ടുമിക്ക സോപ്പുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കോളയാട് എന്നിട്ട് കാണാം. എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പള്ളിയാണ് കോളയാട് പള്ളി. ചെറുപ്പം തൊട്ട് നമുക്ക് അറിയുന്ന പള്ളിയാണ്, നമ്മൾ സ്ഥിരം പോകുന്ന പള്ളിയാണ്. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പള്ളി ഉള്ളത്. മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ കല്യാണം ഈ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് സ്റ്റാള് എവിടെയാണെന്നോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അവിടെ ആദ്യമായിട്ടാണ് നമ്മൾ ആ നാട്ടിലേക്കൊരു പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ പപ്പേനെ ഏൽപ്പിച്ചിട്ടുണ്ട് സ്ഥലമൊക്കെ കണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെന്നിട്ട് വേണം എല്ലാം സെറ്റാക്കാൻ വേണ്ടി. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് പള്ളിയുടെ വെഞ്ചരിപ്പ് വരുന്നത്. അപ്പോൾ അപ്പോഴേക്കാണ് ആളുകൾ വരിക. അപ്പം അതിനുള്ളിൽ നമ്മൾ പോയി നമ്മളെ സ്ഥലവും സ്റ്റാളും എല്ലാം സെറ്റ് ചെയ്യണം. അതിനിടയിൽ നമുക്ക് ഇരുട്ടി കൊളിയർ ഓഫീസിൽ പോയിട്ടൊരു സാധനം വന്നിട്ടുണ്ട്, അത് വാങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം അങ്ങനെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഇന്ന്. ഞാൻ പ്രതീക്ഷിക്കാതെ ആയുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തയ്യാറെടുപ്പും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് കണ്ട് നമ്മൾ മുൻകൂട്ടി സാധനങ്ങൾ ഉണ്ടാക്കാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ ചെയ്യുമല്ലോ. പിന്നെ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ കണ്ടമാന സാധനങ്ങൾ പിന്നെ ഒരുപാട് ഉണ്ടാക്കി വെക്കൂല, ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഉണ്ടാക്കും. കാരണം നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് ഏറ്റവും നല്ല ഇതിൽ തന്നെ ആളുകൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് നാൾ ഉണ്ടാക്കി വെച്ച് അങ്ങനെ വെക്കുന്നത്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഓർഗാനിക്കാണ്, എല്ലാം നാച്ചുറലായ സാധനങ്ങൾ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ സാധനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് വേറെ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടമാന സാധനങ്ങൾ ഉണ്ടാക്കി വെക്കില്ല. ഓരോ ബാച്ച് ഉണ്ടാക്കി അത് ഫിനിഷ് ആക്കിയതിന് ശേഷം മാത്രമേ അടുത്തതായിട്ട് ഉണ്ടാക്കൂ. അപ്പോൾ പെട്ടെന്നൊരു പ്രോഗ്രാം കിട്ടിയപ്പോൾ അപ്പോൾ ഇതിൻ്റെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതും അതുപോലെ നമ്മുടെ ഇനി ഇത് കാണാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. ലിപ് ബാം, ഷാംപൂ, ഫേസ് വാഷ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെക്കണം, ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ നല്ല തിരക്കായിരുന്നു. അതിനിടയിൽ നമ്മുടെ മാരിഗോൾഡിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഒരുപാട് ചെണ്ടുമല്ലിപ്പൂക്കൾ കിട്ടി എനിക്ക്. അപ്പോൾ അത് മുറിച്ച് ഉണക്കേണ്ട തിരക്കായി. അപ്പം അതിനിടയിൽ സോപ്പ് ഉണ്ടാക്കണം, പാക്ക് ചെയ്യണം, എല്ലാം കൂടി ഒരു തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ APS എന്ന പാർസൽ വന്നത് അത് എടുത്തിട്ട് കോളേടേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെച്ചാൽ ഷാംപൂ അതുപോലെ ഫേസ് വാഷ് അതിനുള്ള പിന്നെ ബോട്ടിൽസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം അതെടുത്ത് നമ്മളിപ്പോൾ പയഞ്ചേരി മുക്ക് എത്തി, പയഞ്ചേരി മുക്ക്. ഇനി നമുക്ക് കോളാടേക്ക് പോവാം. അപ്പോൾ നമ്മൾ കോളാടെത്തി, പള്ളിയിലെത്തിയിട്ടുണ്ട്. പുതിയ നമ്മുടെ സെന്റ് കോർണേലിയസ് ചർച്ച് പുതിയതായിട്ട് പണിയൊക്കെ തീർത്ത് അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റാൾ ഇടുന്നത്. ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഈ അത്തിമരത്തിൻ്റെ ഇവിടെയായിട്ടാണ് വരിക. ഇനി നമുക്ക് തൂണ് കുഴിച്ചിടണം, ബാക്കി പരിപാടികളെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ കല്യാണം നടന്നത് ഈ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ പാരിഷ് ഹാൾ. ഈ ഹാളിൽ വെച്ചിട്ടാണ് എൻ്റെ കല്യാണം നടന്നിട്ടുള്ളത്. ഈ പള്ളിയുടെ മുമ്പിൽ തന്നെയാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂള്, UP സ്കൂള്, സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂളാണ്. ഇതായത് കാണിച്ചു കൊടുക്കുക ചേട്ടാ. ഇതാണ്. ഇപ്പോൾ കുറേ മാറി, പണ്ടത്തെ സ്കൂളൊന്നുമല്ല, ഇപ്പോൾ പുതിയ 3 നില ബിൽഡിങ്ങായി, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്കൂളാണ്. നമ്മൾ തൂണ് കുഴിച്ചിടാനുള്ള കുഴി കുഴിക്കുകയാണ്. കുറച്ച് രാജവണ്ണം കുഴിച്ച് വന്നിട്ടുണ്ടേ. ഞങ്ങൾ രണ്ടുപേരും കൂടി കുഴിച്ചതാ. അങ്ങനെ തൂണ് നമ്മൾ നാട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് കെട്ടണം. അടുത്ത പണി അതാണ്. അങ്ങനെ നമ്മുടെ പന്തലിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഷീറ്റ് വിരിച്ചപ്പോൾ ഈ ഷീറ്റിൻ്റെ അടിയിലെല്ലാം മണ്ണായേ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കാന്ന് വെച്ച്. ഇങ്ങനെയുണ്ട് നമ്മുടെ പന്തൽ. ഇഷ്ടമായ? ഇനി നമുക്ക് നമ്മൾ ടേബിളെല്ലാം വെച്ച് സാധനങ്ങളെല്ലാം ഒന്ന് നിരത്തി വെക്കണം. ശരി, നല്ല മണം ഉണ്ടാവും. അത് ശംഖുപുഷ്പം പൂവില്ലേ, ഒരു നീലപ്പൂവ്, ആ പൂവിന്റെ അതേപോലെ അല്ലേ, ഫുഡിന്റെ ലിസ്റ്റ് തരുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ ബൊഫയാണോ നീ ഉദ്ദേശിച്ചത് ചേച്ചി? കുഞ്ഞാവേ, കൊമ്പ് അടിപൊളിയായിട്ട്. പപ്പ പണിക്ക് പോയി, വൈകുന്നേരം എത്തുള്ളൂ. ഓ ധാരാളം. ഇത് സ്കൂളിലുള്ള ദിവസമല്ല, അവർ വെള്ളിയാഴ്ച വൈകുന്നേരം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനി പെട്ടെന്നായോണ്ട് ഇനി കുറച്ച് ഐറ്റംസ് കൂടി ഇതിട്ട് വരാനുണ്ട്. കഴുകാനുള്ള സാധനം എടുക്കാൻ മേലായിരുന്നോ? പിന്നെ ബാത്റൂം ക്ലീനറൊക്കെ. ആ ബാത്റൂം അതെല്ലാം കുറച്ച് ഇപ്പൊ ഇതിലേക്ക് ആയതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കൽ കുറച്ച് കുറവാ. പിന്നെ പ്രതീക്ഷിക്കാതെ വന്നൊരു പരിപാടിയല്ലേ. അപ്പോ ഇനി ഷാമ്പൂ പിന്നെന്താ ഫേസ് വാഷ്, ലിപ് ബാം, കൺമഷി, ഈ 4 സാധനം കൂടി വരാനുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് അങ്ങ് ഇറങ്ങിയല്ലേ? ബുക്ക് വരാറില്ലേ? വന്നല്ലേ? ആ നമ്മളിവിടെ ഏകദേശം നമ്മൾ ടേബിളിലെല്ലാം സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ ഉദ്ഘാടനം ഏകദേശം തുടങ്ങേണ്ട സമയവുമായി. പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ നമ്മൾ കച്ചവടം തുടങ്ങുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നത് ഒന്നും കൂടി കാണിച്ചു തരാം. കറ്റർവാഴ സോപ്പുണ്ട്, കരിഞ്ജീരക സോപ്പ്, മുൾട്ടാണിമിട്ടി, പപ്പായ, മഞ്ചിഷ്ടാദി സോപ്പ്, ചാർക്കോള്, പിന്നെ മാരിഗോൾഡ്, പിന്നെ ശംഖുപുഷ്പമുണ്ട്, പിന്നെന്താ ഹെന്ന പൗഡർ, ഇൻഡിഗോ പൗഡർ, മുൾട്ടാണിമിട്ടി, അലോവേര ജെല്ല്, പുൽത്തൈലമുണ്ട്, ഫിനോയിൽ എസെൻസ് ഉണ്ട്, പിന്നെ കുറച്ച് അത്തറുകളും ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ ഭാഗത്തുണ്ടെങ്കിൽ, പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സ്റ്റാളിലേക്കും കൂടി വരിക, സാധനങ്ങൾ വാങ്ങുക. സാധാരണ ലിപ്സ്റ്റിക്കിന് പകരം ലിപ്പ് ഡ്രൈ ആകാതിരിക്കാൻ ഡ്രൈ ആകാതിരിക്കാൻ ബോട്ടലുണ്ടെങ്കിൽ നമ്മൾ ബീട്രൂട്ട് ഓയിൽ അതിൽ ഉപയോഗിക്കുന്നത്. ചുണ്ട് ഡാർക്ക് അടിക്കുന്നവർക്കെല്ലാം ഡാർക്ക് കുറയും, കറുപ്പ് കുറയും. അതിനകത്ത് ഇതിന് 50 രൂപ വെച്ച്. ഇത് ലിപ്സ്റ്റിക്കിന് പകരം വെട്ടുന്നവർക്ക് ഇത് കളർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എല്ലാത്തിലും ബീട്രൂട്ട് ഓയിൽ, ആവണക്കെണ്ണ, വെളിച്ചെണ്ണയാണ് ഇത്.